Domestic violence is a more common occurrence than one realizes. പക്ഷേ ഇത് ഭാര്യാപീഡനം മാത്രമല്ല. ഒരു നല്ല ശതമാനം ഇതിൽ ഭർതൃപീഡനമാണ്. ഭർത്താവിനെ പീഡിപ്പിക്കുകയോ? ഇത് നല്ല കൂത്ത്. നടക്കണ കാര്യമാണോ? ഏയ്, ഒരിക്കലുമല്ല. ഏതായാലും ജാക്സൺവില്ലിൽ ഒരു ഭർത്താവും ഭാര്യാപീഡനത്തിനിരയായിട്ടില്ല എന്ന് ഉറപ്പ്. എഗ്രി? ആർക്കെങ്കിലും ഇതിൽ സംശയമുണ്ടോ? അല്ല, ആരാ ആ പുറകിലെ റോയില് കൈപുയർത്തിയത്? 1, 2, 3, കുറെ കൈകൾ ഉയർന്നല്ലോ. വിശ്വസിക്കാൻ വയ്യ. നിങ്ങൾക്ക് ഓൺലൈൻ പോയാൽ ഹെൽപ്പ് ലൈൻ നമ്പർ കിട്ടും. ഗുഡ് ലക്ക്. സുഹൃത്തുക്കളെ, ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് യശശരീരനായ പ്രസിദ്ധ നാടകകൃത്തും അഭിനേതാവും തിരക്കഥാകൃത്തുമായിരുന്ന ശ്രീമാൻ ജഗതി എൻ കൊച്ചുകൃഷ്ണൻ ആചാര്യ എഴുതിയ ഒരു ലഘു റേഡിയോ നാടകമായ മരിച്ചവർ ജീവിക്കുന്നു അതിനെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഒരു ഷോർട്ട് സ്കിറ്റാണ്. ഞങ്ങൾ ഇത് അദ്ദേഹത്തിന്റെ മകനും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പ്രശസ്ത ചലച്ചിത്ര നടൻ ശ്രീമാൻ ജഗതി ശ്രീകുമാറിന്റെ ആയുരാരോഗ്യങ്ങൾക്കായി സമർപ്പിക്കുന്നു. Ladies and gentlemen, circus, circus. Written and directed by Ravi Kotur. അയ്യോ അരുന്ധതി, നീ എന്തൊരു ചെയ്യുന്നത് അവിടെ? തൂങ്ങിച്ചാവാൻ പോണ? എടി താഴെ ഇറങ്ങ, അയൽക്കാരും എല്ലാരും കാണണ്ട. എടി താഴെ ഇറങ്ങ. ഓ, ഈ അംബുജാക്ഷേട്ടന്റെ ഒരു കാര്യം. ഞാൻ ഈ സർക്കസ് ഐറ്റം ഒന്ന് പെർഫെക്റ്റ് ചെയ്തോട്ടെ. സർക്കസോ? ഇടി നിനക്ക് വട്ട് പിടിച്ച? പണ്ടേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഒരു അര വട്ടുള്ളതായി. ഇതാ ഇപ്പൊ മുഴുവട്ടായി. എന്റെ ദൈവമേ! വട്ടൊന്നുമല്ല ചേട്ടാ. നീ നീ ആദ്യം ഭൂമിയിലോട്ട് ഇറങ്ങുവാ. ഓക്കേ. അതെന്തൊരു കാണിച്ചത്? സർക്കസ് അഭിവാദ്യം. തേങ്ങ കൊല. നീ പുറപ്പെടുത്ത് ശരീരം മറിക്കാം. അയ്യോ, ഇങ്ങനെ ഒരു പഴഞ്ചനെയാണല്ലോ എനിക്ക് കിട്ടിയത്. ഈശ്വര, ഇതെന്തോ നിന്റെ ഒരുക്കമാണ്? സർക്കസ് ചേട്ടാ, സർക്കസ്. ക്ലബിൽ ഓരോ പെണ്ണുങ്ങൾ കാണിക്കുന്ന ഒരു ഗമ, ഒരു ഡാൻസ് കളിയും പാട്ടുപാടലും പിന്നെ ഒരു കുക്കിംഗ് ക്ലാസും. അവരെക്കാളൊക്കെ ഒരു പടി എനിക്കും കൂടുതലാകണം. സർക്കസ് അല്ലാതെ വേറൊന്നും കിട്ടിയില്ലേ? ഓ,
വലുതായിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല ചേട്ടാ. കമ്പിയിലൊന്ന് ബാലൻസ് ചെയ്ത് നടക്കണം, പിന്നെ 2-3 വാളും വിഴുങ്ങണം. വാള് മിങ്ങാൻ പോണോ? ഈ കണ്ട പുട്ടും ഇഡലിയും ഒക്കെ വാരി തിന്നിട്ട് നിന്റെ വിശപ്പടങ്ങിയില്ലേ? ആ, ഇപ്പോഴാ എനിക്ക് ഓർമ്മ വന്നത്. ആ, അടുക്കളയിലേക്കൊന്ന് ചെന്ന് രാത്രിയിലെ ഊണൊന്ന് തയ്യാറാക്കൂ. അമ്മ വിളിച്ചിരുന്നു, അവരിപ്പൊ എത്തും. അയ്യോ, ആ ഭദ്രകാളി പിന്നെ വരുന്നോ? എന്റെ അമ്മയെ പറ്റി അനാവശ്യം പറയണ്ട കേട്ടോ. തിരുവിതാംകൂർ രാജകുടുംബാംഗമാണ്. അതെ അതെ, അവരുടെ അമ്മ കൊട്ടാര വളപ്പിലെ തൂപ്പുകാരിയായിരുന്നു വെച്ച് രാജകുടുംബാംഗാവോ? പാവം രാജാവിന് വെറുതെ അപവാദം ഉണ്ടാക്കല്ലേ. വേണ്ടാത്ത വർത്താനൊന്നും അമ്മയുടെ മുന്നിൽ വിളമ്പല്ലേ. അറിയാമോ, അമ്മൂമ്മ ഒരു ദിവസം സ്വപ്നം കണ്ടു. രാജാവ് വന്ന് പുടവ കൊടുത്തതായി. പിറ്റേന്ന് കാലത്ത് മുതല് ഛർദിയും തലചുറ്റലും ഗന്ധർവ വിവാഹം. അല്ലെങ്കിലും കണ്ടറിയില്ലേ ആ തേജസ്സും ഗാംഭീര്യവും ഒക്കെ. എനിക്കും അത് തോനെ കിട്ടിയിട്ടുണ്ടല്ലേ ചേട്ടാ. ഓ, പെരുത്ത് കിട്ടിയിട്ടുണ്ട്, ആസ്ഥാനത്താണെന്ന് മാത്രം. അമ്മയച്ഛനെത്തി. ആ തിരുവിതാംകൂർ ദേശീയഗാനം വന്നിട്ടേ. ഓ, പിന്നെ മഹാറാണിയല്ലേ വരുന്നത്. ചേട്ടാ, പറഞ്ഞത് കേട്ടാ മതി. ദേ, ബഹുമാനത്തോടെ പെരുമാറിക്കാണാം. വഞ്ചിഭൂമി പതേ ചിരം സഞ്ചിതാഭം ജയിക്കേണം. വഞ്ചിഭൂമി പതേ ചിരം സഞ്ചിതാഭം ജയിക്കേണം. ദേവദേവൻ ഭവാനെന്നും എന്റെ ശ്രീ പത്മനാഭ, അവിടത്തെ പാദദാസിയെ കാത്തുകൊള്ളണമേ. യാത്രയൊക്കെ എങ്ങനെ ഇരുന്നമ്മേ? എന്ത് പറയാനാ മക്കളെ, ജനങ്ങൾക്ക് നമ്മോടുള്ള ബഹുമാനമെല്ലാം നശിച്ചിരിക്കുന്നു. വഴിയിലൊരുത്തൻ ചോദിക്കണ്, അമ്മച്ചി ഏതെങ്കിലും ഫാൻസി ഡ്രസ് മത്സരത്തിന് പോയിട്ട് വരികയാണോ എന്ന്. അവന്റെ ഒരു തെമ്മാടിത്തരം. മിസ്റ്റർ തമ്പിയെ അവനോട് മറുപടി പറയാൻ പറഞ്ഞിട്ട് ഞാനിങ്ങ് പോന്നു. അയ്യോടി, എന്റെ പിള്ള എന്താണ് ഇങ്ങനെ കോലം കെട്ടിരിക്കുന്നത്? എന്താ വക്കീൽ അദ്ദേഹം തിന്നാനൊന്നും തരുന്നില്ലേ നിനക്ക്? വഴിയില് വെച്ച് ഓരോന്ന് കഴിച്ച് വയറ്റിലൊരു ഗുമ്മൻ. മിസ്റ്റർ തമ്പി, എവിടെ പോയി കിടക്കുകയാ? എഴുന്നള്ളിയോ? ആ ജീരോള് ഇങ്ങോട്ട് എടുക്കൂ മിസ്റ്റർ തമ്പി. മുറുക്കാന്റെ ചെല്ല എവിടെ? എന്താ മിസ്റ്റർ തമ്പി ഒരു വല്ലാത്ത മറവി? എന്താ വക്കീലേ, മോത്തൊരു വൈക്ലഭ്യം. എന്നോട് ദേഷ്യപ്പെട്ടിരിക്കാമേ. ദേഷ്യപ്പെടുകയോ? അത്രയ്ക്കായോ? എന്താ കാരണം? മിസ്റ്റർ അംബുജാക്ഷൻ നായർ, വാട്ട് ഈസ് ദ മാറ്റർ? മോള് സർക്കസ് പഠിക്കാൻ പോണെന്ന്. സർക്കസ്?
അതെ, സർക്കസ്. തന്നെയോ മക്കളെ? എന്റെ ശ്രീപത്മനാഭ, ഞാനിതെന്താ കേക്കണത്? ഇപ്പോഴെങ്കിലും നിനക്കിങ്ങനെ ഒരു ബുദ്ധി തോന്നിയല്ലോ, ഒരു വീര വനിതയാകാൻ. കുടുംബത്തിന്റെ മാനം രക്ഷപ്പെട്ടു. എന്തൊക്കെയാ നീ ചെയ്യാൻ പോണ മോളെ? വലുതായിട്ടൊന്നുമില്ല അമ്മേ. ആ കമ്പിമേ കൊടയും പിടിച്ചൊന്ന് നടക്കണം, പിന്നെ 2-3 വാളും വിഴുങ്ങണം. എന്തിന് വാള് മെഴുങ്ങാൻ പോണ്ട നീ? എന്താ ഭയന്നു പോയോ? ആരുടെ രക്തമാണ് ഇവളുടെ സിരകളിൽ ഓടുന്നതെന്ന് അറിയാമോ വക്കീലേ? അറിയാമോ? സാക്ഷാൽ രാജരാജവർമ്മയുടേതാ. അതാരാണെന്ന് അറിയാമോ? എങ്ങനെ അറിയാൻ? ദിവസവും കള്ളന്മാരുടെയും പോക്കറ്റടിക്കാരുടെയും കാശി പിടിച്ച് പറിക്കലല്ലേ ജോലി. ഈ ഉടുപ്പിട്ടതിനും പരാതി അമ്മേ. എന്റെ ശ്രീപത്മനാഭ, എത്ര നല്ല ആലോചനകള് വന്നതാ. ഡോക്ടർമാരും എഞ്ചിനീയർമാരും. അപ്പൊ നിനക്ക് ഈ ഉണക്ക വക്കീലിനെ വേണമെന്ന് നിർബന്ധം. മിസ്റ്റർ അംബുജാക്ഷൻ നായർ, രാജരക്തമാണ് ഇവളുടെ സിരകളിൽ ഓടുന്നത്. ഇപ്പൊ സർക്കസ് അല്ലേ ചെയ്യുന്നുള്ളൂ. ഇതിനേക്കാൾ വലിയ വീരകൃത്യങ്ങൾ ചെയ്തില്ലെങ്കിലേ അതിശയിക്കേണ്ടു. മിസ്റ്റർ തമ്പി, ഇങ്ങോട്ട് വരൂ. ഈ നിൽക്കുന്ന ആള് ഒരു കാലത്ത് വലിയ ഗുസ്തിക്കാരനായിരുന്നു. പണ്ട് ഇബ്രാഹിം കുഞ്ഞ് എന്ന പേരിൽ ഒരു വലിയ ഗുസ്തിക്കാരൻ ഉണ്ടായിരുന്നു. ഗജവീരൻ, 6 അടി പൊക്കവും 300 പൗണ്ട് തൂക്കവും. തിരുവനന്തപുരത്ത് മൈതാനിയില് അയാളുടെ ഗുസ്തി കാണാൻ ഞാൻ പോയി. അന്ന് ആരോടാ അയാള് മത്സരിച്ചെന്നറിയാമോ? ഈ നിക്കണ മിസ്റ്റർ തമ്പിയോട്. ഗോദായിൽ നിന്നിട്ട് മിസ്റ്റർ തമ്പി എന്നെ ഒരു നോട്ടം. ഞാനങ്ങ് മയങ്ങിപ്പോയി. മിസ്റ്റർ തമ്പി 1-2 അടവ് അങ്ങോട്ട് ഉപയോഗിച്ചു. കിടക്കണ 300 പൗണ്ടുകാരൻ താഴെ. അങ്ങനെയുള്ള വീരനാ. പക്ഷേ എന്നെന്റെ ശരീരത്ത് തൊട്ടോ അന്നിതാ ശൂന്നൊരു അശവായി, അല്ലയോ? ആട്ടെ മോളെ, ഒന്ന് കിടന്ന് വിശ്രമിക്കട്ടെ. മിസ്റ്റർ തമ്പി, കിടക്കുമുറിയൊക്കെ ഒന്ന് ഒരുക്കൂ. ചേട്ടാ, ഉടുപ്പുകളൊക്കെ കുറെ ഇസ്തിരി ഇടാനുണ്ട് കേട്ടാ. കദളിവാഴ കയ്യിലിരുന്ന് കാക്ക കൊത്തി വിരുന്നു വിളിച്ചു. വിരുന്നുകാരാ വന്നാട്ടെ. ചേട്ടാ, ആ ഉടുപ്പൊക്കെ ഇസ്തിരി ഇട്ടോ? അയ്യോ അയ്യോ, ഇത് എന്തോന്ന് ചേട്ടാ? ഇങ്ങോട്ട് വരരുത്, ആളുകൾ കാണും. ഇന്നു മുതൽ ഞാനും ഒരു സർക്കസുകാരനാണ്. അങ്ങോട്ട് മാറി നിൽക്ക്. ഈ അമ്പെയ്ത് ഉന്നം പ്രാക്ടീസ് ചെയ്യട്ടെ. ഈ ആപ്പിള് തലയിൽ വെക്ക. അയ്യോ വേണ്ട ചേട്ടാ, എന്നെ കൊണ്ട് പറ്റില്ല ഇത്. നിനക്ക് വാള് വീഴാമെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റില്ലേ? വേണ്ട ചേട്ടാ, വേണ്ട ചേട്ടാ, ഞാൻ സർക്കസ് വേണ്ടെന്ന് വെക്കാം. സമ്മതിച്ചോ? സമ്മതിച്ചു. ഉറപ്പാണോ? അതെ, സമ്മതിച്ചു.
എന്താ 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 ഇവിടെ? ചേട്ടൻ സർക്കസ് പഠിക്കാൻ പോകുന്നു. അതിനെന്താ? മിസ്റ്റർ തമ്പി ഒന്നിങ്ങ വന്നേ, ഇയാളെ ഒന്ന് പിടിച്ചു കെട്ടു. ജയ് ബജ്രംഗ് ബലി. ഇന്ന് മുതൽ ഞാൻ പഴയ ഗുസ്തിക്കാരനാണ് കേട്ടോ ജയന്തി തങ്കച്ചി. ഇങ്ങോട്ട് മാറി നിൽക്കേ. ഓ കേട്ടു. എന്നാ ശരി, എന്താ കൊണ്ടുവന്നതെന്ന് വെച്ചാ അതെല്ലാം കെട്ടിപ്പറക്കി എടുത്തോണ്ട് നമുക്ക് സ്ഥലം വിടാം. മരിച്ചവർ ജീവിക്കുന്നു.